ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ മസായിലുൽ ഫിഖ് എന്ന പാഠബുക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പാഠഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദറസു അവൽ അഹ്കാമു ശർഇയ്യ. ഒന്നാമത്തെ പാഠഭാഗം വരുന്നത് അഹ്കാമു ശർഇയ്യ, ശർഇയായ വിധികൾ. എന്താണ് ശർഇയായ വിധികൾ? ഇഹലോകവും പരലോകവും നന്നാക്കുന്നതിന് വേണ്ടി അള്ളാഹു നമുക്ക് മതനിയമങ്ങൾ വെച്ച് തന്നിട്ടുണ്ട്. അവ 5 വാജിബ്, മന്ദൂബ്, ഹറാമ്, മക്രൂഹ്, മുബാഹ് എന്നിവയാണ്. അവയും അവയുടെ നിർവചനങ്ങളുമാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. നീ അഹ്കാമു ശർഇയ്യ പഠിച്ചിട്ടുണ്ടോ? നടക്കുമ്പോൾ സുബൈർ ചോദിച്ചു. ആഷിഖ്: അതെ. വാജിബ്, സുന്നത്ത്, മക്രൂഹ്, ഹറാമ്, മുബാഹ് എന്നിവയാണവ. സുബൈർ: മസ്ജിദിൽ പോയി നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? ആഷിഖ്: 5 വക്ത് നിസ്കാരം വാജിബും മസ്ജിദിൽ വെച്ചാവൽ സുന്നത്തുമാണ്. അപ്പോൾ മസ്ജിദിൽ പോയി നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? മസ്ജിദിൽ പോയി നിസ്കരിക്കൽ സുന്നത്താണ്. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ് വാജിബ്. ചെയ്താൽ കൂലി ലഭിക്കും, ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതാണ് വാജിബ്. ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ് സുന്നത്ത്. അതായത് ചെയ്താൽ കൂലി ലഭിക്കും, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ല. അതായത് 5 വക്ത് നിസ്കാരം ഇവിടെ വാജിബാണ്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ശിക്ഷയുണ്ട്. എന്നാൽ ചെയ്താൽ കൂലി ലഭിക്കും. എന്നാൽ മസ്ജിദിൽ പോയി നിസ്കരിക്കൽ സുന്നത്താണ്. അത് മസ്ജിദിൽ പോയില്ല എന്ന് കരുതി നമുക്ക് ശിക്ഷയില്ല. അപ്പോൾ അവിടെ വാജിബും സുന്നത്തും നന്നായി മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ തന്നെ സുന്നത്തായ കാര്യങ്ങൾ മറ്റു ഉള്ള ഉദാഹരണങ്ങളൊക്കെ പഠിക്കണം. 5 വക്ത് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും മുഅക്കദായ സുന്നത്തുകളും റവാത്തിബ് സുന്നത്തുകൾ, മറ്റു സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സുന്നത്താണ്. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ്. അതുപോലെ വാജിബ് നിർബന്ധമുള്ളത്, 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്. അതുപോലെ നോമ്പ്, റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കൽ, അതൊക്കെ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ വാജിബും സുന്നത്തും മനസ്സിലാക്കുക. സുബൈർ: ഹറാമും മുബാഹും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹറാമും മുബാഹും: ചെയ്യൽ ശിക്ഷാർഹവും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് ഹറാം. അതായത് ചെയ്താൽ ശിക്ഷ ലഭിക്കുന്നതും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് ഹറാം. അതായത് കള്ള് കുടിക്കുക, ഷീട്ട് കളിക്കുക, പുറത്ത് മറക്കാതിരിക്കുക, ഇതൊക്കെ ഹറാമായ കാര്യങ്ങളാണ്. അപ്പം അത് ചെയ്താൽ ശിക്ഷ ലഭിക്കും, ചെയ്യാതിരുന്നാൽ കൂലിയുള്ളതാണ്. മനസ്സിലാക്കുക. കള്ള് കുടിക്കൽ ഹറാമാണ്. മുബാഹിന് ശിക്ഷയും കൂലിയുമില്ല. മുബാഹിന് ശിക്ഷയും കൂലിയുമില്ല. അതായത് പാല് കുടിക്കൽ മുബാഹാണ്. ഒരു സ്വാദുള്ള ഭക്ഷണം കഴിക്കൽ മുബാഹാണ്. അപ്പോൾ മനസ്സിലാക്കുക. മുബാഹും ഹറാമും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ചോദ്യം വരാം. വാജിബും സുന്നത്തും വ്യത്യാസം എന്ത്? ഹറാമും മുബാഹും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. വാജിബിന് ഫർള് എന്നും പേരുണ്ട്. മന്ദൂബ് സുന്നത്തിൻ്റെ മറ്റൊരു പേരാണ്. വാജിബിന് ഫർള് എന്നും പേരുണ്ട്. മന്ദൂബ് സുന്നത്തിൻ്റെ മറ്റൊരു പേരാണ്. സുന്നത്തിൻ്റെ മറ്റൊരു പേരെന്ത്? ഓപ്ഷൻ വരും: മന്ദൂബ്, ഹറാമ്, വാജിബ്. അപ്പം നമുക്ക് മന്ദൂബ് ടിക്ക് ചെയ്തെടുക്കണം, മനസ്സിലാക്കുക. മുബാഹിന് ഹലാല് എന്നും പേരുണ്ട്. മുബാഹിൻ്റെ മറ്റൊരു പേരെന്ത്? ഹലാല്. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി അണ്ടർലൈൻ ചെയ്ത് വെക്കുക. മന്ദൂബ് സുന്നത്തിൻ്റെ മറ്റൊരു പേര്, വാജിബിൻ്റെ മറ്റൊരു പേരാണ് ഫർള്, മുബാഹിൻ്റെ മറ്റൊരു പേരാണ് ഹലാല്. ഒക്കെ മനസ്സിലാക്കുക. ആഷിഖും സുബൈറും മസ്ജിദിലെത്തി.
അഹ്കാമു ഷർഇയ്യ ഹംസ, ഷർഇയായ വിധികൾ 5 ഷർഇയായ വിധികൾ ഏതെല്ലാം? ഷർഇയായ വിധികൾ എത്ര? ചോദ്യം വരാം. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. അഹ്കാമു ഷർഇയ്യ ഡാഷ് ഹംസ, ഷർഇയായ വിധികൾ എത്ര? ടിക്ക് ദ കറക്റ്റ് ആൻസർ വരാം. അപ്പം മനസ്സിലാക്കുക, ഷർഇയായ വിധികൾ 5 അവ ഏതെല്ലാം എന്ന് വെച്ചാൽ വാജിബ്, സുന്നത്ത്, മക്രൂഹ്, ഹറാമ്, മുബാഹ്, ഇങ്ങനെ 5 അപ്പോൾ ഇവിടെ മക്രൂഹ്, കറാഹത്ത്, മക്രൂഹിൻ്റെ മറ്റൊരു പേരാണ് കറാഹത്ത്. അപ്പോൾ അതിവിടെ പാഠഭാഗത്ത് നിങ്ങൾക്ക് പറയുന്നില്ല, അതിവിടെ നിങ്ങൾക്ക് താഴെ ഒരു ബോക്സിൽ നൽകിയിട്ടാണ്. അപ്പോൾ അത് ക്ലാസ് എടുക്കുമ്പോൾ ഉസ്താദ് ക്ലാസ്സിൽ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഇതാ ആമുഖമായിട്ട് ഉസ്താദ് ഇത് ക്ലാസ്സിൽ പറഞ്ഞു തരണം. തൊപ്പി എവിടെ? തല മറയ്ക്കാതെ നിസ്കരിക്കൽ കറാഹത്തല്ലേ? നിസ്കരിക്കാൻ മസ്ജിദിലേക്ക് ഇറങ്ങിയ ആഷിഖിനോട് ജ്യേഷ്ഠൻ സുബൈർ ചോദിച്ചു, ആഷിഖ് എന്താണ് കറാഹത്ത്? സുബൈർ, ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ് കറാഹത്ത്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയില്ല, ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ്. മനസ്സിലാക്കുക. തല മറയ്ക്കാതെ നിസ്കരിക്കൽ കറാഹത്താണ്. തല മറക്കാതെ നിസ്കരിക്കുന്നത് കറാഹത്താണ്. തല മറച്ചു നിസ്കരിച്ചാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും. അപ്പോൾ കറാഹത്ത്, മക്രൂഹ്, അതിൻ്റെ മറ്റൊരു പേരാണ് മക്രൂഹ്. അപ്പോൾ തല മറക്കാതെ നിസ്കരിക്കൽ കറാഹത്താണ്. തല മറച്ച് നിസ്കരിച്ചാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും. ആഷിഖ്, ഇതെനിക്കറിയാം, അഹ്കാമു ഷർഇയ്യയിൽ മക്രൂഹ് എന്നാണ് ഇതിന് പറയുക. അഹ്കാമു ഷർഇയ്യയിൽ മക്രൂഹ് എന്നാണ് കറാഹത്തിന് പറയുക. അപ്പോൾ കറാഹത്തിൻ്റെ മറ്റൊരു പേരാണ് മക്രൂഹ്. അതും ഈ പാഠത്തിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു പോയിൻ്റാണ്. മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്ക് ദഫ്തറു തോലിബ് നോക്കി തദ്രിബാത്തുകൾ ചെയ്യാനാണ്. അതായത് നിങ്ങളെ വർക്ക് ബുക്ക് മറ്റൊന്നാണ്. അപ്പോൾ അതിലേക്ക് ഇതിൽ നിന്ന് നോക്കിയിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വർക്ക് ബുക്കിലേക്ക് നോക്കാം. അപ്പോൾ അഹ്കാമു ഷർഇയ്യയുടെ വർക്ക് ബുക്കിൽ നുഅരിബ് എഴുതാനാണ് വന്നത്. എന്താണ് ഇവിടെ? വാജിബ്, ഹറാമ്, മക്രൂഹ്, സുന്നത്ത്, ഇതൊക്കെ എന്താണെന്ന് ഇവിടേക്ക് നമ്മൾ എഴുതണം. എന്താണ് വാജിബ്? അപ്പം നമ്മളത് പാഠബുക്കിൽ അടയാളപ്പെടുത്തി വെക്കുക. എന്നിട്ടത് ഷർഇയ്യ വിധികൾ 5 അവിടെ ചോദിക്കുന്നുണ്ട്. വാജിബ്, ഹറാമ്, മക്രൂഹ്, സുന്നത്ത്, മുബാഹ്. അപ്പോൾ നമുക്ക് ആദ്യം പാഠബുക്കിൽ അടയാളപ്പെടുത്താം. എന്താണ് വാജിബ്? ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ് വാജിബ്. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ് വാജിബ്. 1 അത് എഴുതാം. 2 ഹറാമ്. ഹറാമ് ഏതാ വരുന്നത്? ചെയ്താൽ ശിക്ഷാർഹവും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് ഹറാമ്. 2. 3-മത്തത് മക്രൂഹ്. അപ്പം അത് ഇവിടെയാണ്, ഈ ബോക്സിലാണ് ഉള്ളത്. മനസ്സിലാക്കിയത്. ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ് കറാഹത്ത്, അതാണ് മക്രൂഹ് കേട്ടോ. അപ്പോൾ 3-മത്തത് അത് എഴുതുക. 4-മത്തത് സുന്നത്താണ് ചോദിച്ചത്. ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ് സുന്നത്ത്. 4. 5-മത്തത് മുബാഹ്, അതായത് ഹലാല്, മുബാഹ്. മുബാഹിന് ശിക്ഷയും കൂലിയുമില്ല. മുബാഹിന് ശിക്ഷയും കൂലിയുമില്ല. 5. അപ്പോൾ ഇത്രയും അവിടേക്ക് നന്നായി മനസ്സിലാക്കി എഴുതുക, നന്നായി മനസ്സിലാക്കി പഠിക്കുക. വാജിബ്, മന്ദൂബ്, ഹറാമ്, മക്രൂഹ്, മുബാഹ്. ഒന്നും കൂടെ ഞാൻ പറയാം എന്താണെന്ന്. വാജിബ് എന്ന് പറഞ്ഞാൽ നിർബന്ധം, ചെയ്യൽ നിർബന്ധവും ഉപേക്ഷിക്കാൻ പാടില്ലാത്തതുമാണ് വാജിബ്. മന്ദൂബ് എന്ന് പറഞ്ഞാൽ സുന്നത്ത്, ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ വിരോധമില്ലാത്തതുമാണ് മന്ദൂബ്. ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധം, ചെയ്താൽ ശിക്ഷാർഹവും ഉപേക്ഷിക്കൽ കൂലിയുള്ളതുമാണ് ഹറാമ്. മക്രൂഹ് അതായത് കറാഹത്ത്, ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് കറാഹത്ത്. മുബാഹ് അനുവദനീയമാണ്, അനുവദനീയം, അതായത് ചെയ്താൽ കൂലിയോ ഉപേക്ഷിച്ചാൽ ശിക്ഷയോ ഇല്ലാത്തതാണ് മുബാഹ്.
വാജിബിന് ഫർള് എന്നും മന്ദൂബിന് സുന്നത്ത് എന്നും ഹലാലിന് മുബാഹ് എന്നും പറയും. വാജിബിന് ഉദാഹരണം നിസ്കാരം, നോമ്പ്, സക്കാത്ത്. മന്ദൂബ് പള്ളിയിൽ വെച്ച് നിസ്കരിക്കല്, നല്ല കാര്യങ്ങൾ ഒക്കെ ചെയ്യല്, വലതിനെ മുന്തിക്കല്, അതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. മക്രൂഹ് പുരുഷന്മാർ തല മറയ്ക്കാതെ നിസ്കരിക്കല് മക്രൂഹാണ്. ഹറാമ് കള്ള് കുടിക്കല്, പലിശ വാങ്ങല്, പലിശ കൊടുക്കല്, വ്യഭിചാരം, ഇതൊക്കെ ഹറാമായ കാര്യങ്ങളാണ്. മുബാഹ് നല്ല ഭക്ഷണം കഴിക്കല്, നല്ല വീട് വെക്കല്, അതൊക്കെ മുബാഹാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് നെസ്സിൽ യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ്. വാജിബ്, ഇവിടെ വാജിബ് നിർബന്ധമായ കാര്യം എന്താണ് ഇവിടെ പറയുന്നത്? ളുഹർ നിസ്കരിക്കൽ നിർബന്ധമാണ്. അപ്പം അതിൻ്റെ സി നമുക്കവിടെ എഴുതാം. ഹറാമ്, ഹറാം എന്താണ്? പുരുഷന്മാർ മുട്ടുമറയാത്ത ട്രൗസർ ഇട്ട് നടക്കൽ, അത് ഹറാമാണ്. അപ്പം അതിൻ്റെ നമുക്കവിടെ എഴുതാം. മക്രൂഹ്, മക്രൂഹ് എന്താണ്? തല മറക്കാതെ നിസ്കരിക്കൽ മക്രൂഹ്, കറാഹത്ത്. അപ്പം അതിൻ്റെ ബി നമുക്കവിടെ എഴുതാം. മന്ദൂബ്, മന്ദൂബ് സുന്നത്ത്, സുന്നത്തായ കാര്യമാണ് എന്ത്? അദാൻ വിളിക്കൽ ഈ. മുബാഹ് ബിരിയാണി കഴിക്കൽ, സ്വാദുള്ള ഭക്ഷണം കഴിക്കൽ, ഇതൊക്കെ മുബാഹാണ്. അപ്പം അതിൻ്റെ ഡി നമുക്കവിടെ എഴുതാം. അടുത്തത് അഹ്കാമു ശർഇയ്യ, മത നിയമങ്ങൾ തന്നിട്ടുണ്ട്. മിസാൽ, അതിൻ്റെ ഉദാഹരണങ്ങൾ. മിസാൽ ആഹാറ, മറ്റൊരു ഉദാഹരണം കൂടി എഴുതാനാണ്. അപ്പോൾ ഇവിടെ മുബാഹുൽ പാൻറ് ധരിക്കൽ. അപ്പം മറ്റതെന്താ എഴുതാ നമുക്ക്? മുബാഹിന് മറ്റെന്താ എഴുതാ? സ്വാദുള്ള ഭക്ഷണം കഴിക്കൽ, നല്ല വീട് വെക്കൽ, ഇതിലേതെങ്കിലും ഒന്ന് അവിടെ എഴുതാം. അടുത്തത് മന്ദൂബ് സുന്നത്ത്, വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ, വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ. പിന്നെ എന്താ എഴുതാം? എല്ലാ കാര്യങ്ങൾക്കും ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. വീട്ടിലേക്ക് കയറുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, പള്ളിയിലേക്ക് കയറുമ്പോൾ, ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ, അപ്പോൾ നമുക്ക് അത് എഴുതാം. ദിക്ർ ചൊല്ലൽ സുന്നത്തായ കാര്യമാണ്. ഹറാമ് കളവ് പറയുക, ഹറാമ് കളവ് പറയുക. അപ്പം എന്താ? പലിശ വാങ്ങുക, അത് ഹറാമായ കാര്യമാണ്. ഒന്നത് എഴുതാം, പലിശ വാങ്ങുക. അടുത്ത വാജിബ് നിർബന്ധമായ കാര്യം, റമളാൻ നോമ്പ് അനുഷ്ഠിക്കുക, സക്കാത്ത് കൊടുക്കുക, സക്കാത്ത് കൊടുക്കുക. അടുത്ത മക്രൂഹ് വഴിയിൽ മൂത്രമൊഴിക്കുക. പിന്നെന്താണ്? പുരുഷൻ തല മറയ്ക്കാതെ നിസ്കരിക്കുക, അത് മക്രൂഹിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയും നന്നായി മനസ്സിലാക്കി, ഉദാഹരണ സഹിതം മനസ്സിലാക്കിയിട്ട് പഠിക്കുക അഹ്കാമു ശർഇയ്യായ വിധികൾ. അടുത്തത് നക്തുബുൽ മഅന, ഇതിൻ്റെ അർത്ഥം എഴുതാനാണ്. വാജിബ്, മക്രൂഹ്, ഹലാല്, മന്ദൂബ്, ഹറാമ്. അതിൻ്റെ അർത്ഥം എഴുതണം. എന്താണ്? വാജിബ് നിർബന്ധം, മക്രൂഹ് കറാഹത്ത്, ഹലാല് അനുവദനീയം, മന്ദൂബ് സുന്നത്ത്, ഹറാമുൻ നിഷിദ്ധം. അപ്പം ഇത്രയും അർത്ഥങ്ങൾ മനസ്സിലാക്കി എഴുതുക. അടുത്ത നക്തുബ, അടുത്ത നക്തുബ് നോക്കി പകർത്തി എഴുതാനാണ്. ഇങ്ങോട്ട് അഹ്കാമു ശർഇയ്യ, അതുപോലെ ഇങ്ങോട്ട് എഴുതുക. വാജിബ്, മന്ദൂബ്, മക്രൂഹ്, ഹറാമ്, മുബാഹ്, ഫർള്, സുന്നത്ത്, മുബാഹ്. അപ്പം അതൊക്കെ വായിച്ച് ഇങ്ങോട്ട് പകർത്തി എഴുതുക എല്ലാവരും. അപ്പം ഇത്രയാണ് ഈ ഒന്നാമത്തെ പാഠത്തിൽ എല്ലാവരും മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് തെറ്റുകൾ വന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ കഴിയുള്ളൂ. മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇങ്ങനെ ഹലാല്, ഹറാമും, മന്ദൂബൊക്കെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.